കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ എന്നുള്ള ഒരു തിയറി, ഒരു സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പൊതുമണ്ഡലത്തിൽ നമ്മൾ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംവാദം ഉണ്ടാകണമെങ്കിൽ അതിന് തുറവിയുള്ള സംവാദം, എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംഭാഷണം, മറ്റുള്ള അവരൻ്റെ വാദഗതി അംഗീകരിക്കാനുള്ള തുറന്ന മനസ്സ്, ഇതുള്ള ഒരു സംഭാഷണ സംവിധാനത്തിൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയകൾ ഉരുത്തിരിഞ്ഞു വരികയുള്ളൂ. ഇങ്ങനെ ഒരു തുറന്ന സംവാദത്തിനായിട്ട് ഇൻഫർമേഷൻ, വിവരങ്ങൾ അനിർഗളം അല്ലെങ്കിൽ അത് തടയപ്പെടാതെ എല്ലാവർക്കും ആക്സസിബിളായിട്ട് ലഭ്യമാകാവുന്ന ഒരു സംവിധാനം ആവശ്യമാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, വിവരാവകാശ നിയമം നമ്മുടെ രാഷ്ട്രത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് എത്രമാത്രം നമ്മളെ ജനങ്ങളെ ശാക്തീകരിച്ചു, എംപവർ ചെയ്തു എന്നുള്ളത് നമുക്ക് നമ്മുടെ അനുഭവത്തിലൂടെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ഇതിനു മുമ്പ് സംസാരിച്ച പ്രഭാഷകൻ ശ്രീ ഷൈജു പറഞ്ഞതുപോലെ വളരെ ഓപ്പൺ ഡൊമൈനിലുള്ള നമ്മുടെ സിനഡാലിറ്റിയുടെ ഫൈനൽ ഡോക്യുമെൻ്റ് വരെ ലഭ്യമാകാതിരിക്കാൻ, അതായത് ചർച്ചകൾക്കായി ലഭ്യമാകാതിരിക്കാനുള്ള ഒരു ശ്രമം അധികാരസ്ഥാനത്ത് നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ, അപ്പോൾ അത് ഒരു തുറന്ന സംവാദത്തെ എതിർക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഇടയിലുണ്ട്. അല്ലെങ്കിൽ ആ രീതി ഒരിക്കലും സുതാര്യമായ ജനാധിപത്യ വൽകൃതമായ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഹാബർമാസ് ഈ തുറന്ന സംഭാഷണം, കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തികൾക്കും, എല്ലാ വ്യക്തികൾക്കും, സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും സത്യത്തെക്കുറിച്ച്, വസ്തുതകളെക്കുറിച്ചുള്ള അറിവ്, അതുപോലെ എത്തിക്കലായിട്ട് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ, അതുപോലെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച്, അനുഭവങ്ങൾ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കാം, ആ അനുഭവങ്ങൾ എന്താണെന്ന് തുറന്ന് പങ്കുവയ്ക്കുവാനുള്ള അവസരം. അപ്പം വസ്തുതകൾ, വാട്ട് ഈസ് റൈറ്റ്, എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം, അതുപോലെ ഓരോരുത്തരുടെയും വ്യക്തിഗതമായ അനുഭവങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഓരോരുത്തരെയും, ഇത് എല്ലാവർക്കും തുറന്നു പറയാനുള്ള സംവിധാനമുള്ള ഒരു സമൂഹ ഘടനയിൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ജനാധിപത്യം ഉടലെടുക്കൂ. ആ ജനാധിപത്യ സംവിധാനത്തിലൂടെ മാത്രമേ എല്ലാവർക്കും തുല്യനീതിയുള്ള ഒരു ഭരണക്രമം ഉരുത്തിരിഞ്ഞു വരികയുള്ളൂ എന്നതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുക. ഇതിന് കൗണ്ടറായിട്ട് സ്ട്രാറ്റജിക് ആക്ഷൻ എന്ന് പറയുന്ന ഒരു വേറെ മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹം പറയുന്നുണ്ട്. തന്ത്രപരമായിട്ട് നമുക്ക് കരിനീക്കം എന്ന് വേണമെങ്കിൽ ഒരു പേരിട്ട് വിളിക്കാം. അപ്പോൾ കരിനീക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഗോൾ ഓറിയന്റഡ് ആണ്. അധികാരഘടനയിൽ പെട്ട ആളുകൾ അവരുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായ നീക്കങ്ങളുടെ തുറന്ന സംവാദം അനുവദിക്കാതെ വളരെ സെലക്റ്റീവായിട്ട്, വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് ഉള്ള ഒരു സംവാദം. മുൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻഫർമേഷൻ, വിവരങ്ങൾ ബ്ലോക്ക് ചെയ്ത് സംവാദത്തിന് ഒരു തടസ്സം സൃഷ്ടിക്കുന്ന രീതി, ഇതുവഴി അധികാര ഘടനകളെ നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അധികാര ഘടനകളെ നിലനിർത്താനായിട്ടുള്ള ആ ഒരു ശ്രമം, ആ സ്ട്രാറ്റജിക് ആക്ഷൻ നടക്കുമ്പോൾ സഭയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിലവിലുള്ള സമിതികൾ, ഇത്തരത്തിൽ പല അപകടങ്ങളും ഇതിനകത്ത് സംഭവിക്കും. അതായത് ഇപ്പോൾ പറഞ്ഞ സിനഡൽ രേഖ തന്നെ പുറത്തുവിടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അതുപോലെ
വളരെ സെലക്റ്റീവായിട്ട് എല്ലാവരെയും കേൾക്കാതെ അധികാരികളെ മാത്രം അനുസരിക്കുന്ന അവർക്ക് വേണ്ടി പറയാനുള്ള ആളുകളെ പ്രത്യേകമായിട്ട് അൽമാരുടെ പ്രതിനിധികൾ എന്ന പേരിൽ ചില അൽമാരെ ഈ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അവർ ഈ അൽമാരുടെ ശബ്ദമാണ് ഉയർത്തുന്നത്. അപ്പം നമുക്ക് പാസ്റ്ററൽ കൗൺസിലുകളുണ്ട്, സീറോ മലബാർ അസംബ്ലി 2 തവണയെങ്കിലും കൂടിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ അസംബ്ലിയിലൊക്കെ പങ്കെടുത്ത അൽമായ പ്രതിനിധികൾ എന്ന പേരിൽ പങ്കെടുത്ത വ്യക്തികൾ യഥാർത്ഥത്തിൽ അൽമാരാണോ? അപ്പം യഥാർത്ഥത്തിൽ അൽമാരുടെ ശബ്ദമാണോ ഉയർത്തിയത്, അതോ ഹൈറാർക്കിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അൽമായ പ്രതിനിധികളായതിൽ പങ്കെടുത്ത് ആ അൽമാരുടെ ഭാഗം കേട്ടു, അല്ലെങ്കിൽ അൽമാരുടെ പങ്കാളിത്തം ഈ സിനഡിൽ ഉണ്ടായിരുന്നു, ഈ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു എന്ന ആ ഒരു ലേബൽ അത് സൃഷ്ടിക്കാനായിട്ട് നടത്തിയ ഒരു നിർമ്മിതിയാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥമായിട്ടുള്ള മാനിപ്പുലേറ്റീവ് അല്ലാത്ത ഒരു ജനാധിപത്യപരമായ സംവാദം, തുറന്ന സംഭാഷണം, എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള സംഭാഷണം, ആ സംഭാഷണം ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഘടന നമ്മുടെ സഭാ സംവിധാനത്തിൽ, സിനഡൽ സംവിധാനത്തിൽ ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അറിവ് അല്ലെങ്കിൽ വസ്തുതകൾ അല്ലെങ്കിൽ ആളുകളുടെ സംഭാഷണങ്ങൾ തടയുന്ന ആ ഒരു സംവിധാനങ്ങൾ, അത് എല്ലാവരുടെയും ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, എല്ലാവർക്കും ശരിയെന്ന് തോന്നുന്നത് എന്താണെന്ന് തുറന്നു പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവർക്കും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ യഥാർത്ഥ പ്രതിനിധികളാണ് സഭകളിൽ, ഈ സഭാ സമിതികളിൽ വരുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശോധിച്ച് കഴിയുമ്പോൾ, നടപടി പുസ്തകത്തിൽ എന്താണ്, നമ്മൾ വത്തിക്കാൻ കൗൺസിലിൻ്റെ തന്നെ ഒരു അടിസ്ഥാന പ്രമാണം അല്ലെങ്കിൽ പ്രമേയം എന്ന് പറയുന്നത് ഉറവിടങ്ങളിലേക്ക് മടങ്ങിപ്പോവുക. അപ്പം എന്താണ് യഥാർത്ഥ ഉറവിടം? ആദിമസഭ എന്ത് ചെയ്തു, അവിടെ എങ്ങനെയാണ് ഇൻക്ലൂസീവായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, എല്ലാവരും ഉൾച്ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ആദ്യമായിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായത്തിൽ ഗ്രീക്ക് സംസാരിക്കുന്ന വിശ്വാസികളുടെ ഒരു പരാതി, അവരുടെ വിധവകൾ സഹായ വിതരണത്തിൽ അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു പരാതി ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ അപ്പസ്തോലന്മാർ ചെയ്തത് എന്താണ്, എല്ലാവരെയും വിളിച്ചു കൂട്ടി പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്ന് 7 പേരെ തിരഞ്ഞെടുക്കുക, അവർ ഈ ഭൗതിക കാര്യങ്ങളുടെ ഭരണം നിർവഹിച്ചുകൊള്ളട്ടെ. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുത്ത സമയത്ത് ആ വേളയിലുണ്ടായിട്ടുള്ള ഒരു പ്രധാന സംഗതി എന്നാൽ, ഈ 7 പേരെ തിരഞ്ഞെടുത്ത് 7 പേരും ഈ പരാതി ഉന്നയിച്ച വിഭാഗക്കാർ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ആ വിഭാഗത്തിൽ നിന്നാണ് 7 ഡീക്കന്മാരെ തിരഞ്ഞെടുത്തത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സമൂഹത്തിൽ നിന്ന് തന്നെ അവരെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സേവനം ചെയ്യുന്ന ആ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക, അവരെ എംപവർ ചെയ്യുക, അധികാരമേൽപ്പിക്കുക, അധികാരപ്പെടുത്തുക എന്നത് ജനാധിപത്യപരമായിട്ടുള്ള സഭാഘടനയുടെ ഉരുത്തിരിയലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വീണ്ടും നമ്മൾ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ സിനഡാലിറ്റിയുടെ അല്ലെങ്കിൽ സുനഹദോസുകളുടെ കൗൺസിലുകളുടെ എല്ലാം മാതൃകയായിട്ട് വിശേഷിക്കപ്പെടുന്നത് ജെറുസലേം സുനഹദോസ്, അപ്പസ്തോലന്മാർ നേരിട്ട് നടത്തിയ ഒന്നാമത്തെ സുനഹദോസായിട്ട് കണക്കാക്കുന്നത് നിഖ്യ സുനഹദോസ് ആണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ പ്രോട്ടോ സിനഡ് ഏറ്റവും ആദ്യത്തെ സുനഹദോസായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പോസ്തോലന്മാർ ജെറുസലേമിൽ നടത്തിയ സുനഹദോസ്.
എന്താണ് ഈ അതിലെ ആ സിനഡിലെ പ്രത്യേകത അല്ലെങ്കിൽ പ്രമേയം? പ്രമേയം വിജാതീയരായ ആളുകൾ സ്നാനം സ്വീകരിച്ച് മാമോദിസ സ്വീകരിച്ച് സഭയിലേക്ക് കടന്നു വരുമ്പോൾ പരിച്ഛേദനം ഉൾപ്പെടെയുള്ള യഹൂദാചാരങ്ങൾ പിന്തുടരണം. ഇവിടെ നമ്മൾ കാണുന്ന വളരെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. ഈ കൗൺസിലിൽ പങ്കെടുത്ത അപ്പസ്തോലന്മാരെല്ലാവരും യഹൂദ പാരമ്പര്യമുള്ളവരായിരുന്നു, പരിച്ഛേദനം സ്വീകരിച്ചവരായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ പുതുതായി വിശ്വാസം സ്വീകരിച്ചവരെ അവരെ പരിച്ഛേദനം കൂടാതെ, യഹൂദ ആചാരങ്ങൾ കൂടാതെ, പഴയ നിയമ ആചാരങ്ങൾ കൂടാതെ തന്നെ സഭയിലേക്ക് ചേർക്കുക, ഉൾച്ചേർക്കുക, ഉൾപ്പെടുത്തുക. ആ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു നിലപാടാണ്, ആ ഒരു അജപാലനപരമായ സമീപനമാണ് ജെറുസലേമിലെ സൂനഹദോസ് സ്വീകരിച്ചത്. അപ്പോൾ ആളുകളെ ഉൾക്കൊള്ളുക, പാർശ്വവൽക്കൃതരെ ഉൾക്കൊള്ളുക, സ്വീകരിക്കുക, പരിശുദ്ധാത്മാവിനുള്ള തുറവി അവിടെ കാണിക്കുക. ഈ ഒരു നിലപാട് നമ്മുടെ സിനഡാലിറ്റി എന്ന പ്രക്രിയയിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് വേണം നമ്മൾ സിനഡാലിറ്റിയിലെ ജനാധിപത്യപരമായ സ്ട്രക്ചേഴ്സ് എവോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞു വരിക എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ബിഷപ്പുമാരെ, മെത്രാന്മാരെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലെല്ലാം നമ്മുടെ സിനഡാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ അൽമാരുടെ പങ്കാളിത്തം വേണമെന്ന് നമ്മുടെ ഫൈനൽ ഡോക്യുമെൻറ്റിൽ കണ്ടതായി മുൻപ് പ്രസൻറ്റേഷനിൽ പറയുകയുണ്ടായി. ഇത് നമ്മുടെ ഇവിടെ നമ്മുടെ യാക്കോബായ സഭ, അതുപോലെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, മാർത്തോമാ സഭ മുതലായ സഭകളിലെല്ലാം ഈ ഒരു പ്രക്രിയ, ഈ ഒരു കൺസൾട്ടേറ്റീവ് എലക്റ്റീവ് ആയിട്ടുള്ള പ്രക്രിയ തന്നെ ഈ ബിഷപ്പ് സെലക്ഷനിൽ കൃത്യമായിട്ട് ഉണ്ട്. മാർത്തോമാ സഭയിലേക്ക് മെത്രാന്മാരുടെ കമ്മിറ്റി സെലക്ട് ചെയ്യുന്ന ലിസ്റ്റ് വൈദിക മണ്ഡലത്തിൽ നിശ്ചിതമായ വോട്ടുകൾ നേടണം. അതിനുശേഷം അൽമായ മണ്ഡലത്തിൽ നിശ്ചിതമായ വോട്ടുകൾ നേടണം. ഇങ്ങനെയൊരു പ്രക്രിയയിലൂടെയാണ് അവിടുത്തെ എപ്പിസ്കോപ്പൽ സെലക്ഷൻ നടക്കുന്നത്. അതൊന്നും നമ്മുടെ ഇവിടെ പ്രായോഗികം ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആദ്യ സെലക്ഷൻ മെത്രാൻ കമ്മിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അത് വോട്ടിങ്ങിനായിട്ട് നമ്മുടെ വൈദിക മണ്ഡലത്തിലും അതുപോലെ അൽമായ മണ്ഡലത്തിലേക്കും കൊടുക്കുന്നു. അതിൽ നിശ്ചിത വോട്ട് ലഭിക്കുന്ന ആളുകൾ മാത്രം. മെത്രാന്മാരെ ഏറ്റവും ടോപ്പ് ആയിട്ട് കണക്കാക്കുന്ന കാൻഡിഡേറ്റ് പോലും മറ്റ് വൈദിക മണ്ഡലത്തിലെയോ അൽമായ മണ്ഡലത്തിലെയോ നിശ്ചിത വോട്ടുകൾ കിട്ടാതെ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനീഷ്യൽ സെലക്ഷൻ എപ്പോഴും വളരെ അവരുടെ തിയോളജിക്കൽ സൗണ്ട്നെസ്, അതുപോലെ ഡോക്ടറൈനിലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ സെലക്ട് ചെയ്തിട്ടൊരു പാനൽ ആണ് ഈ മണ്ഡലത്തിലേക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. പാർശ്വവൽക്കൃതരെ ഉൾപ്പെടുത്തലില്ലാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ ഈ ശാക്തീകരണം അല്ലെങ്കിൽ അൽമാരുടെ ഉൾപ്പെടുത്തൽ എന്നുള്ള ആ ഒരു പ്രക്രിയ ഒരിക്കലും മീനിങ് ആവുകയില്ല, അർത്ഥപൂർണമാവുകയില്ല. പാർശ്വവൽക്കൃതർക്കും ആദ്യ പ്രസംഗമായ മത്തായി സാർ സൂചിപ്പിച്ചതുപോലെ ദലിതരായിട്ടുള്ള വ്യക്തികൾ, സ്ത്രീകൾ, അതുപോലെ ദരിദ്രരായിട്ടുള്ള വ്യക്തികൾ, ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പാർട്ടിസിപ്പേറ്ററി ഗവർണൻസിന് മാത്രമേ യഥാർത്ഥത്തിൽ സമ്പൂർണ്ണമായിട്ട് എല്ലാവരും ഉൾച്ചേർത്തിട്ടുള്ള ഒരു സഭ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ.
അല്ലെങ്കിൽ സംഭവിക്കുന്നത് ടോക്കണിസം, പ്രതീകാത്മകമായിട്ട് അല്ലെങ്കിൽ ഹൈറാർക്കിയോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്ന ഒരുപറ്റം ആളുകളെയാണ് ഈ പ്രതിനിധി സഭകളിൽ ഉൾപ്പെടുത്തുന്നതെങ്കിൽ അതിലെന്താണ് സിനഡാലിറ്റി ഉള്ളത്? യഥാർത്ഥത്തിൽ ഒരു സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വരുന്നവർ സ്ത്രീകളുടെ ശബ്ദം അവിടെ ഉയർത്തണം. ദലിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ ആ കൺസേണുകൾ ഉയർത്തണം. അധികാര ഘടനയോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്നവരെ ഇത് നമ്മുടെ ഇവിടെ പ്രായോഗികമായിട്ട് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന സംഗതിയാണ്. അത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ജനാധിപത്യ ഘടന തുറന്ന സംവാദത്തിലൂടെ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏറ്റവും ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷനോട് കൂടി മാത്രമേ ഈ ഇൻക്ലൂസീവായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജനാധിപത്യം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഭൂരിപക്ഷം ഇതിൽ നടപ്പാക്കി, നമ്മൾ സെൻട്രൽ പ്രക്രിയ, ഇതെല്ലാം വെറും ഒരു ടോപ്പിക്കലായിട്ട് ഉള്ള ഒരു കാര്യമായിട്ട് ഒതുങ്ങിപ്പോകും. കാരണം ഭൂരിപക്ഷം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ പ്രകാരം ഭൂരിപക്ഷം ലോകസഭയിൽ ലഭിച്ച ഒരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രമാത്രം അനീതികളാണ് നടക്കുന്നത്. അപ്പോൾ നിയമം എന്നത് ഒരിക്കലും യഥാർത്ഥത്തിൽ നീതിയായി മാറുന്നില്ല. നിയമം നീതിയായി മാറാത്തിടത്തോളം കാലം എങ്ങനെയാണ് ഈ ഭൂരിപക്ഷത്തിൻ്റെ ടിറണി, ഏകാധിപത്യം അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം അത് നടപ്പാകുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകുന്ന ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഈ ഹിറ്റ്ലറുടെ കാലത്ത് അനേകം യഹൂദരെ കൂട്ടക്കൊല ചെയ്യുന്നതിനായി നേതൃത്വം നൽകിയ അഡോൾഫ് എയ്ക്മാൻ എന്ന വ്യക്തിയെ പിന്നീട് ഇസ്രായേൽ രഹസ്യ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ജെറുസലേമിൽ വിചാരണ ചെയ്ത് അദ്ദേഹത്തെ വധശിക്ഷ വിധേയനാക്കി. ഈ ഇദ്ദേഹത്തിൻ്റെ വിചാരണയെക്കുറിച്ച് ഹന്ന ആൻഡ്രക്റ്റ് എന്ന് പറയുന്ന ഒരു ചിന്തക വളരെ ബനാലിറ്റി ഓഫ് ഈവിൾ, തിന്മയുടെ വളരെ സാധാരണത്വം, ചെയ്യുന്ന ആ പ്രവൃത്തി നിയമാനുസൃതമാണ് എന്നതുകൊണ്ട് മാത്രം അത് നീതിപൂർവമാകുന്നില്ല. നമുക്ക് ഇവിടെ കാനൂൻ നിയമപ്രകാരം ഒരു കോടതിയുണ്ട്. ആ കോടതിയുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളത് കോടതി ഇപ്പോൾ നിലവിലുണ്ട്. അല്ലെങ്കിൽ അത് കാനൂൻ നിയമപ്രകാരമാണ്. കാനൂൻ നിയമപ്രകാരമുള്ള പ്രക്രിയ നടക്കുന്നത് എത്രമാത്രം സമൂഹ മധ്യത്തിൽ സഭയെ അവഹേളിതയാക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നിയമപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം നീതിയാകുന്നില്ല. നീതിയായ കാര്യങ്ങൾ മാത്രമേ ജനങ്ങൾ അല്ലെങ്കിൽ നീതിപൂർവമാണെന്ന് അംഗീകരിക്കത്തുള്ളൂ. അപ്പോൾ ഫാദർ സ്റ്റാൻ സ്വാമി അദ്ദേഹം ജയിലിൽ കിടന്ന് മരിച്ചുപോയി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജയിൽവാസവും അല്ലെങ്കിൽ ശിക്ഷ എന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ഒരിക്കലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. വിചാരണ തടവുകാരനായിട്ട് വിചാരണ അനന്തമായി നീണ്ടുപോയി അദ്ദേഹം ജയിലിൽ കിടന്ന് അദ്ദേഹം മരണപ്പെട്ടു. അപ്പം നിയമം ഒരിക്കലും നീതിക്ക് പകരമാകുന്നില്ല. നിയമം ഭൂരിപക്ഷം ആയിട്ടുള്ള ആ സാങ്കേതികമായ ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നിയമപ്രകാരം അദ്ദേഹം വിചാരണ തടവുകാരനായി ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഈ ടിറണി ഓഫ് ദ മജോറിറ്റി ഒരിക്കലും അത് നമ്മൾ അൽമായ മുന്നേറ്റം അല്ലെങ്കിൽ അൽമായ സിനഡ്, ലൈറ്റി സിനഡാണെങ്കിലും ലൈറ്റി പ്രതിനിധികളാണെങ്കിലും പോലും ഉണ്ടാകാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് ന്യൂനപക്ഷങ്ങളെ കേൾക്കാതിരിക്കുക, അവരുടെ വാദഗതികൾ നമ്മുടെ ശബ്ദഘോഷത്തിൽ മുങ്ങിപ്പോവുക. അതുണ്ടായി കഴിയുമ്പോൾ സിനഡാലിറ്റി അവിടെ അപ്രസക്തമാവുക ചെയ്യുന്നത്. സിനഡാലിറ്റി എന്നുള്ളത് എല്ലാവരും ഉൾച്ചേർക്കണം. ഒരിക്കലും മജോറിറ്റി, അത് നമുക്ക് നിയമപരമായിട്ടൊരു മേൽക്കൈ കിട്ടി, ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നു, ഒരു ഘടന ഉണ്ടാകുന്നു. ആ ഘടന ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അൽമായർക്ക് പങ്കാളിത്തമുള്ള ഒരു ഭരണ
സംവിധാനം ഉരുത്തിരിഞ്ഞ് വന്നേക്കാം. പക്ഷെ അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നു കഴിയുമ്പോഴും ആ അൽമായിൽ ഭൂരിപക്ഷമായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പറയുന്നതാണ് ഡെമോക്രാറ്റിക് സെൻട്രലൈസേഷൻ, അത് ജനാധിപത്യപരമായ കേന്ദ്രീകരണം. ഭൂരിപക്ഷം ഒക്കെ അറിയാം. കമ്മിറ്റികളിൽ ഇപ്പം നമ്മുടെ മെത്രാൻ സിനഡിൽ നടക്കുന്നതാണ്. നമുക്ക് സിനഡിനകത്ത് എന്താണ് ചർച്ചകൾ നടക്കുന്നതെന്നുള്ളത് പുറത്ത് ലഭ്യമല്ല. അത് തികച്ചും ഒപ്പയ്ക്ക്. അതെ, അല്ല അത് ഞാനിപ്പം ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ആംഗിൾ പറയുകയല്ല. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവരുടെ ഒരു കമ്മിറ്റി നടന്നു കഴിഞ്ഞാൽ ആ കമ്മിറ്റി ഒരു അടച്ചിട്ട ഒരു ഹാളിൽ നടക്കുന്നു. അവിടെ ഭൂരിഭാഗം പേര് പറയുന്നത് എന്താണോ അത് അവിടെ പാർട്ടി തീരുമാനമായിട്ട് അംഗീകരിച്ച് പുറത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ പ്രതിനിധികളും ഏകസ്വരത്തിൽ ഇത് അവർ പറയുന്നൊരു പാർട്ടി തീരുമാനിച്ചു, പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നു. ഏകദേശം അതുപോലെയാണ് നമ്മുടെ സിനഡിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അല്ല, ലെനിൻ സത്യത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സാണ് തിയറി രൂപീകരിച്ചതെങ്കിലും പാർട്ടി എന്നുള്ള സംവിധാനം ഉണ്ടാക്കിയത് ലെനിനാണ്. അപ്പോൾ അദ്ദേഹം കത്തോലിക്ക സഭയുടെ ഇൻറ്റേർണലായിട്ടുള്ള സ്ട്രക്ചറുകൾ വെച്ചിട്ടാണ് അത് ഈ പാർട്ടി കമ്മിറ്റികളും നമ്മുടെ റോമിലെ തിരുസംഘങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ല റോമിലെ തിരുസംഘങ്ങളുടെ ഒക്കെ മാത്രം അവർ ഡെലിബറേഷൻസ് എവിടെ നടത്തുന്നു, അടച്ച മുറിക്കകത്ത് ഡെലിബറേഷൻസ് നടത്തുന്നു. പുറത്തു വന്നു കഴിയുമ്പോൾ സംസാരങ്ങൾ അല്ലെങ്കിൽ എല്ലാവരുടെയും ശബ്ദം ഒരു ശബ്ദമായിരിക്കും. നേരെ മറിച്ച് നമുക്ക് ഇപ്പം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏത് വിദേശത്ത് ഉള്ള ഇപ്പോൾ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയോ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയോ അല്ലെങ്കിൽ അതുപോലെ ആ മാതിരിയിൽ ഇപ്പം നെഹ്റു ഉദ്ദേശിച്ചുണ്ടാക്കിയ സാധനം കോൺഗ്രസ് ആണ്. എന്തായാലും ഈ കോൺഗ്രസ് സംഘടനയ്ക്കകത്തുള്ള 100 അഭിപ്രായങ്ങളും നമുക്ക് പൊതുമണ്ഡലത്തിൽ കേൾക്കാൻ പറ്റും. അതെ, പൊതുമണ്ഡലത്തിൽ കേൾക്കാൻ സാധിക്കും. അവിടെ അഭിപ്രായം. അപ്പം ഇത് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്ത് അവർക്ക് കേഡർ സംവിധാനമുണ്ട്, ഒറ്റക്കെട്ടാണ്. ബി ജെ പിയുടെ കാര്യത്തിൽ അതുപോലെ ബി ജെ പിയിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം അല്ലെങ്കിൽ പ്രസിഡന്റായിട്ട് അവിടുത്തെ എല്ലാ സംഘടനാ തെരഞ്ഞെടുപ്പുകളും സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ബി ജെ പിയിൽ. പക്ഷേ ഒരിക്കലും ഒരു കോണ്ടസ്റ്റ് മത്സരം ഉണ്ടാകുന്നതായിട്ട് നമ്മളൊരിക്കലും കേൾക്കുന്നില്ല. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ബി ജെ പിയിലത്തെ അംഗങ്ങൾ പോലുമല്ല, RSSൻ്റെ കേന്ദ്ര കാര്യാലയത്തിൽ നിന്ന് ഇന്ന ആൾ ഇപ്പോൾ ഒരു രീതിയിലും പ്രവർത്തിച്ച് അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഇവിടെ ഈ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പം അതുപോലെയുള്ള അതേസമയം അങ്ങനെ ഒരു സംവിധാനം ആണ് വളരെ അകാര്യമായിട്ടുള്ള ഒപ്പേക്കായിട്ടുള്ള ഒരു കോക്കസ്. അങ്ങനെ ഒരു കോക്കസായിട്ട് സഭ മാറിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം ഒരു ദുരന്തമായിരിക്കും. കൺസൾട്ടേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സുകൾ, ജനാധിപത്യപരമായ പ്രോസസ്സുകൾ സഭയിൽ ഉരുത്തിരിഞ്ഞ് വരണം. അതാണ് യഥാർത്ഥ സിൻഡായിട്ട്. അത് ബഹുസ്വരം, പ്ലൂറാലിറ്റി ഓഫ് വോയിസസ്. അത് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്ത് കേൾക്കണം. ഇവിടെ 100 പേരിൽ 60 പേരുടെ അഭിപ്രായം പറഞ്ഞു, 40 പേര് മറ്റൊരു അഭിപ്രായം പറഞ്ഞു. പുറത്ത് ഈ 40 പേരുടെ 60 പേരുടെ അഭിപ്രായം ആയിരിക്കും അവസാനം ഒരു നടപടിക്രമമായിട്ട് ഒരു തീരുമാനമായിട്ട് ഈ പുറത്തു വരുന്നത്. പക്ഷെ 40 പേര് മറ്റൊരു അഭിപ്രായമുള്ള ആൾക്കാരായിരുന്നു എന്നുള്ളത് സഭ അറിയണം. അപ്പോൾ ഈ നമ്മുടെ സിനഡ് ഒഴികെ നമ്മുടെ വത്തിക്കാൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള രണ്ടാം വത്തിക്കാൻ സുനഹദോസിനെ കുറിച്ച് റൈൻ ഫ്ലോസ് ഇൻടു ടൈബർ എന്ന് പറഞ്ഞ റാൽഫ് വിറ്റ്ഗൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കൗൺസിൽ വളരെ തുറന്ന് നടത്തിയ സംവാദങ്ങളുടെയും വളരെ ചേരികൾ തിരിഞ്ഞുള്ള ചർച്ചകളുടെ എല്ലാം ഭാഗമായിട്ടാണ് കൗൺസിൽ ഡിക്രികൾ ഉണ്ടായി വന്നിരിക്കുന്നത്. അപ്പോൾ അത് വത്തിക്കാൻ കൗൺസിൽ എന്ന് പറയുന്ന വലിയ അല്ലെങ്കിൽ നമ്മൾ സാർവത്രിക സുനഹദോസുകൾ പരിശുദ്ധാത്മ നിവേശിതമാണ്.
ഇൻസ്പയർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളതാണ്. അത് ഓപ്പണായിരുന്നു. അവിടെ പത്രലേഖകർ, അപ്പോൾ അവിടെ നമ്മുടെ പൂർണ്ണസമയം ഈ ഔദ്യോഗിക ന്യൂസ് സർവീസ് പ്രതിനിധിയായിട്ടാണ് ഈ ഫാദർ റാൽഫ് ചെന്ന് അവിടുത്തെ നോട്ടുകൾ എഴുതി ഉണ്ടാക്കിയ പുസ്തകമാണ്. അപ്പോൾ അതിൽ ഈ 4 വർഷക്കാലം എങ്ങനെയാണ് അവിടെ അഭിപ്രായ രൂപീകരണങ്ങൾ നടന്നത്. അപ്പോൾ അതിൽ ആദ്യം ഈ പ്രിപ്പറേറ്ററി കമ്മീഷൻസ് നയിച്ചിരുന്ന റോമൻ കൂരിയ, ഞങ്ങൾ തന്നെ മതി, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഒപ്പിട്ട് റെഡിയാക്കി കൗൺസിൽ തീരുമാനങ്ങളായിട്ട് പുറത്ത് വിട്ടാൽ മതി എന്നുള്ള ഒരു അഭിപ്രായവുമായിട്ട് ആദ്യം ഇനീഷ്യൽ അതിൽ തന്നെ ഒറ്റ സെഷനിൽ പരിപാടികൾ തീർത്ത് ഇത് കൂട്ടിക്കെട്ടാൻ. അപ്പോൾ വത്തിക്കാൻ കൂരിയ അതിൽ തലവനായിരുന്ന കാർഡിനൽ ഒട്ടോ ജിയാനി അദ്ദേഹം വന്നിട്ട് വന്നു, ഞങ്ങളെല്ലാ ഡോക്ടറിനും അല്ലെങ്കിൽ എല്ലാ രേഖകളും എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്, ഇവിടെ വന്നിരിക്കുന്ന കൗൺസിൽ പിതാക്കന്മാർ ഇതെല്ലാം വോട്ട് ചെയ്ത് റെഡിയാക്കി പാസ്സാക്കി പോയാൽ മതി. അന്ന് ഈ റൈൻ, അതായത് നെതർലാൻഡ്സ്, ബെൽജിയം, ജർമ്മനി, ക്യൂരിയ വിഭാഗക്കാർ കൂടുതലും ഇറ്റാലിയൻ കാർഡിനൽസ് ആയിരുന്നു. റൈൻ നദി ഒഴുകുന്ന ആ പ്രദേശത്തെ കർദിനാൾമാർ അവർ ചേർന്ന് ശക്തമായ നിലപാടെടുത്ത് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല, സാർവത്രിക സുനോദോസ് എന്ന് പറഞ്ഞാൽ എല്ലാ മെത്രാന്മാർക്കും സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള വേദിയാണ്. അങ്ങനെയാണ് ഈ കൗൺസിൽ 4 വർഷം നീളുകയും വിവിധ സെഷനുകളിലായിട്ട് വളരെ റാഡിക്കലായിട്ടുള്ള വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ സഭയിൽ കൊണ്ടുവരികയും ചെയ്തത്. അപ്പോൾ ഈ സിനഡാലിറ്റി എന്നുള്ള കൺസെപ്റ്റ്, ഇപ്പം സിനഡോൺ സിനഡാലിറ്റി അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലേക്ക് ഇപ്പോഴാണ് വരുന്നതെങ്കിലും എല്ലാവരുടെയും ശബ്ദം കേൾക്കണം, അതിൽ കോൺസെൻസസ് സമവായത്തിലൂടെ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളാണ് സഭയുടെ അഭിപ്രായങ്ങളായിട്ട് വരേണ്ടത് എന്നുള്ള ആശയം സഭയുടെ ആദ്യകാലം തൊട്ടേ ഉണ്ട്. നമ്മുടെ നടപടി പുസ്തകത്തിൽ നമ്മൾ കണ്ടതുപോലെ ആ ഒരു പ്രക്രിയ ഏറ്റവും ന്യൂനപക്ഷങ്ങളായ ഒരു വിഭാഗക്കാരൊരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ വിഭാഗക്കാരെയാണ് ആ പരാതിയുടെ പരിഹാരത്തിനായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളാണ് പരാതിയുടെ പരിഹാരത്തിനായിട്ട് ചുമതലപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഇവിടെ കേരളത്തിലൊന്നും നമുക്കറിയാം, എറണാകുളം അംഗമായ ജീവിതത്തിൽ പരാതി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പരാതി പരിഹരിക്കാനായിട്ട് മറ്റ് രൂപതകളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് അധികാരികളെ കൊണ്ടുവന്ന് അവരധികാരികളായിട്ട് മാറുന്ന വളരെ ഖേദകരമായ അല്ലെങ്കിൽ സിനഡൽ പ്രക്രിയയ്ക്ക് ഘടകവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ 2ാം വത്തിക്കാൻ സൂനോദോസിൻ്റെ കാലം തൊട്ടുള്ള ചൈതന്യം അതെല്ലാം പാടെ നിഷേധിച്ചു കൊണ്ടുള്ള ഒരു പ്രക്രിയയാണ് നടന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ മൂലം ആ പ്രക്രിയകൾ പരിശുദ്ധാത്മാവ് ഈ ആത്മായ മുന്നേറ്റം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ പ്രതിഷേധ പരിപാടികൾ ഉള്ള കാര്യങ്ങളല്ല, അതായത് ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ തന്നെയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്ന് എവിടെ നിന്ന് പോകുന്നുവെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ഈ ഒരു ഡിസൈൻമെൻറ്റ് അത് വളരെ പ്രധാനമാണ്. അപ്പോൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യപരമായിട്ടുള്ള ഘടനകൾ, അത് എല്ലാവരും കേട്ടുകൊണ്ടുള്ള ഘടനകൾ, എല്ലാവർക്കും സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പറ്റുന്ന ഘടനകൾ, അതുപോലെ ഇൻഫർമേഷന് വളരെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ആക്സസ് ഉള്ള ഘടനകൾ, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സിനഡൽ പ്രോസസ്സ് യാഥാർത്ഥ്യമായി സത്യമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇൻഫർമേഷൻ ഇപ്പോൾ ഈ നമ്മൾ പ്രായോഗിക തലത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അഴിമതി സംബന്ധിച്ചിട്ടുള്ള പല റിപ്പോർട്ടുകൾ ഇപ്പോഴും കാനോനിക്കൽ സീക്രട്ടുകളായിട്ട് അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അറിവ്. എന്താണ് നമ്മുടെ സ്റ്റാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ടും അതുപോലെ മറ്റേ KPMG അന്തർദേശീയ തലത്തിലുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേമിനെ കൊണ്ട് അന്വേഷിച്ച കാര്യങ്ങളെല്ലാം അപ്പം അത് പുറത്ത് വന്ന് അല്ലെങ്കിൽ അത് ലഭ്യമാണെങ്കിൽ മാത്രമേ ശരിക്കും യഥാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റുകാരാണെന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ തെറ്റുകാരല്ലായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇൻഫർമേഷൻ കാനോനിക്കൽ സീക്രട്ടായിട്ട് അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ്.
ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു പോയിന്റിൽ പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റിലേക്ക് വന്നത്. നമ്മൾ ഈ ഇടയ്ക്ക് ഇടുക്കി യാക്കോബായ ഭദ്രാസനത്തിൻ്റെ കണക്കുകൾ അവിടുത്തെ മെത്രാപ്പോലീത്ത ഒരു 10-15 പേജുള്ള ഒരു റിപ്പോർട്ടാക്കി ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് അത് ഓഡിറ്റ് ചെയ്ത് സീൽ ചെയ്ത് നമുക്ക് പുറത്തേക്ക് ലഭ്യമാക്കി. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും സ്വീകരിക്കാവുന്നൊരു മാതൃകയല്ല. ഇടവക തലത്തിൽ, കാരണം ഈ ഇടവക തലത്തിൽ എനിക്ക് സംഘടനകളായിട്ട് അല്ലെങ്കിൽ സഭാ സംവിധാനമായിട്ട് വലിയ ഇതിൽ പരിചയം. എനിക്ക് ഓഡിറ്ററായിട്ട് ഞാൻ ഇടവകയിൽ 1 വർഷം ഉണ്ടായപ്പോൾ നിർത്തി. അതിൽ കാര്യം ഇത്രേ ഉള്ളൂ, ഇടവകയിലത്തെ കണക്ക് എന്ന് പറഞ്ഞ നമ്മുടെ പൊതുയോഗത്തിൽ വെക്കുന്ന കണക്ക് അല്ലെങ്കിൽ കൈക്കാരന്മാരും അച്ഛന്മാരും ഉണ്ടാക്കുന്ന കണക്കല്ല പൊതുയോഗത്തിൽ വെക്കുന്നത്. പൊതുയോഗത്തിൽ വെക്കുന്ന കണക്കല്ല രൂപതയ്ക്ക് കൊടുക്കുന്നത്. ഇതൊന്നും നിയതമായിട്ടുള്ള അത് ഞാൻ ഒരു ചെറിയ 1 ലക്ഷം രൂപ വാർഷിക വരുമാനവും ചെലവുള്ള ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കണക്ക് വരെ വളരെ കൃത്യമായിട്ട് അച്ചടിച്ച് പ്രിന്റ് ചെയ്ത് അതിൻ്റെ വാർഷിക യോഗത്തിന് മുമ്പ് എല്ലാ അംഗങ്ങൾക്കും ഇപ്പോൾ നമുക്ക് PDF ആയിട്ട് വാട്സപ്പിലൂടെ വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ വലിയ സംവിധാനങ്ങളുള്ള അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള വലിയ കാനൂൺ നിയമം പൊളിച്ചത് പോലത്തെ വലിയ ഭീകരമായ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു ഇടവകാലത്തെ കണക്ക് അത് ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് നോക്കി സർട്ടിഫൈ ചെയ്ത് ജനങ്ങൾക്ക് ലഭ്യമാക്കുക, രൂപതയിലേക്ക് അപ്പം വികാരിച്ചു പറയുന്നത് നമ്മൾ ഇവിടുത്തെ കണക്ക് പറഞ്ഞ പിതാവ് അതിൻ്റെ 7% രൂപതയിലേക്ക് കൊണ്ടുപോകും. അത് മൊത്തം നമുക്ക് എന്തിനാണ് അങ്ങനെ ഒരു ഒപ്പാസിറ്റി അടിസ്ഥാനം തൊട്ട് നമ്മൾ ആരംഭിക്കുന്നത്? അപ്പോൾ ഈ സ്ട്രക്ചറലായിട്ടുള്ള സംഗതികൾക്കൊപ്പം തന്നെ വളരെ നമ്മുടെ നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾ വളരെ കൃത്യമായിരിക്കണം. നിയമപരമായ സംവിധാനങ്ങളുടെ പ്രശ്നവും ഈ എറണാകുളം രൂപതയിൽ വലിയ തുക ഇൻകം ടാക്സ് അത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുടെ വ്യക്തിപരമായ കയ്യിൽ നല്ലത് പോകുന്നത് രൂപതയുടെ പൊതുവായിട്ടുള്ള ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇല്ലേ? ഇൻകം ടാക്സ് വിഭാഗം അടിച്ച ഫൈന് രൂപതയുടെ ജനങ്ങൾ കൊടുത്ത ആ പിരിവിൽ തന്നെയാണ് അടയ്ക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ സംവിധാനങ്ങൾ, നിയമപരമായ സംവിധാനങ്ങൾ, ട്രാൻസ്പറൻസി ഉറപ്പായിരിക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ കാനോൺ നിയമമൊന്നും പൊളിച്ചെഴുതിയില്ലെങ്കിൽ പോലും നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു സംവിധാനത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത്തരം ചുവടുവെപ്പുകൾ ഇത് വീണ്ടും വളരെ പ്രധാന. കാരണം സർക്കാർ ഈ കംപ്ലയൻസുകൾ നിയമപരമായ നമ്മുടെ ഭൂമി ഇടപാടുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ചാരിറ്റബിൾ വിദേശ സംഭാവനകളാണെങ്കിലും എല്ലാം വളരെ കൃത്യമായിട്ട് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ത്യയിൽ. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇത് കാനൂനിക രഹസ്യമാണ് അല്ലെങ്കിൽ ഇത് രഹസ്യാത്മകമായ രീതിയിൽ നമ്മുടെ ടെമ്പറൽ ഗുഡ്സ് അതിൻ്റെ ഭരണം ഒരിക്കലും ഇനി കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ അതായിരിക്കാം നമുക്ക് അത് എല്ലാ ഇതിൽ ഉൾപ്പെടുത്തുന്ന ബെനഫിഷ്യൽസ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ബോധ്യപ്പെടുത്തി സമയം കഴിഞ്ഞു. അത് ആ രീതിയിലുള്ള ഒരു ജനാധിപത്യവൽക്കരണം എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും കേട്ടുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കൃതത ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം, അതിൽ സുതാര്യത, അക്കൗണ്ടബിലിറ്റി, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള സംവിധാനങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് അതെല്ലാം ഉണ്ടെങ്കിൽ ഈ സെൻട്രാലിറ്റിയിലേക്ക് നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് അടുക്കാൻ സാധിക്കും. അത് സമയം കഴിഞ്ഞു. ഇനി സീറോ മലബാർ സഭയിലെ ആമോസ് പ്രവാചകനായ ബഹുമാനപ്പെട്ട വട്ടോളിയച്ഛനുണ്ട്. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം മറ്റാത്ത നദി പോലെയും.